യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ യേശുവിനെ ആരാധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹിയോൻ ശാലയിൽ മാളിക മുറിയിൽ 120ഓളം പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ആരംഭിക്കുകയാണ്. യേശുവിനെ സ്വന്തമാക്കുക, പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, ആരൊക്കെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവർക്കേവർക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ എന്തുമാത്രം താല്പര്യത്തോടെയാണ് ശിഷ്യന്മാരെ എല്ലാം മാളിക മുറിയിൽ ഒരുമിച്ച് കൂട്ടുവാനായിട്ട് നേതൃത്വം നൽകിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയ്ക്ക് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനുള്ള വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ മാളിക മുറിയിൽ 120ഓളം പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. യഥാർത്ഥത്തിൽ നാമും ഒരു മാളിക മുറിയിലാണ്. നാമും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിലൂടെ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രിയപ്പെട്ടവരെ, വലിയൊരു ദാഹം നമുക്കുണ്ടാകട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ, ഇന്നത്തെ ആരാധനയിൽ, ഇന്നത്തെ ധ്യാനത്തിൽ, ഇന്നത്തെ പ്രാർത്ഥനയിൽ നാം ഏവരും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണം. നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപാവരങ്ങൾ ഉജ്ജ്വലിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും താല്പര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് പാടിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളുടെ എല്ലാം ലക്ഷ്യം, നമ്മുടെ ആരാധനകളുടെ എല്ലാം ലക്ഷ്യം ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഈ മണിക്കൂറിൽ ആരൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കൊക്കെ ദൈവകൃപ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയത്തിൻ്റെ ആ അമലോത്ഭവ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ്, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് ചിന്തിക്കാം, പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കിയവളാണ്. നാം പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ദൈവവചനം സ്വീകരിക്കുന്നതുമെല്ലാം എല്ലാത്തിൻ്റെയും ലക്ഷ്യം ദൈവകൃപ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഈ ധ്യാനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവകൃപ സ്വന്തമാക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് ഇന്ന് ലോകത്തിൽ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് പരിശുദ്ധ മറിയമാണ്. കാരണം പരിശുദ്ധ മറിയം ദൈവകൃപ സ്വന്തമാക്കി എന്നതിനും അപ്പുറം കൃപയുടെ നിറവ്, ആ നിറവ് പരിശുദ്ധ അമ്മയിൽ സംഭവിച്ചപ്പോൾ കൃപ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അനുഭവമുണ്ടായി. ആ കൃപ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന അനുഭവമാണ് മാതാവിൻ്റെ സഞ്ചാരം, അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാമും ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ കൃപയുടെ നിറവ് സ്വന്തമാക്കുവാനാണ്. ആരൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കൊക്കെ ദൈവകൃപ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും.
വലിയ കൃപയുടെ നിറവ് ഇന്ന് നമ്മൾ സ്വന്തമാക്കുവാനായിട്ട് മാളികമുറിയിൽ അപ്പോസ്തലന്മാർ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുമിച്ച് കൂടിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് നാം യേശുവിനെ ആരാധിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് ഉള്ള ഏക ലക്ഷ്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, ദൈവകൃപ സ്വന്തമാക്കുക. അതിന് നമ്മൾ എന്തു ചെയ്യണമെന്നാണ് വചനം പറഞ്ഞത്? ദാഹിക്കണം. വിശക്കുന്നവർക്കാണ് ആഹാരം, ദാഹിക്കുന്നവർക്കാണ് ജീവജലം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സ്നേഹത്തോടെ ദാഹത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, പ്രത്യേകിച്ച് ഇന്ന് ഈ ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോബിനച്ഛനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അതിമനോഹരമായ ഒരു ദിവസം നമ്മൾ ECM കൺവെൻഷനിലേക്ക് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന സീറോ മലബാർ സഭയുടെ ചിക്കാഗോ കാത്തലിക് ഡയസിസ് സെൻറ്റ് ജോർജ് കാത്തലിക് ചർച്ചിൻ്റെ വികാരിയച്ഛൻ പ്രിയ ബഹുമാനപ്പെട്ട ഷാജി പിണർക്കയിൽ അച്ഛനെ ഹൃദയംഗമായ സ്നേഹത്തോടെ, സജി പിണർക്കയിൽ അച്ഛനെ ഹൃദയംഗമായ സ്നേഹത്തോടെ ഞങ്ങൾ ആൾത്താറയിലോർത്ത് അച്ഛനെയും അച്ഛൻ്റെ ഇപ്പോഴും ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സാൻറ്റ് ജോൺ ഫൊറോണ ഇടവക അംഗങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ആൾത്താറയിൽ പ്രതിഷ്ഠിതമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്നേഹത്തോടെ സമർപ്പിക്കുകയാണ്. അതുപോലെ ചിക്കാഗോ സീറോ മലബാർ സഭയുടെ കാത്തലിക് ഡയസിസ് പരമാധ്യക്ഷനായ മാർ ജേക്കബ് അങ്ങാടിയത്ത് പിതാവിനെ ഞങ്ങൾ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിൽ അനുസ്മരിക്കുന്നു. എൻ്റെ കോർഡിനേറ്റർമാരായ ജോസ് പാറാശ്ശേരി, അസി പരുത്തറ, രണ്ട് പ്രദേശിനെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചിക്കാഗോ രൂപതയ്ക്ക് വേണ്ടി കാലിഫോർണിയ എല്ലാ കത്തോലിക്ക മേഖലകളെയും അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിലെ പങ്കെടുക്കുന്ന എല്ലാ ഇടവക അംഗങ്ങൾക്കും, സാൻറ്റ് ജോസ് ഇടവക അംഗങ്ങൾക്കും പരിശുദ്ധാത്മാവിന് പ്രത്യേകമായ നിറവ് ഇപ്പോഴും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഇങ്ങനെയാണ് ആത്മാവിൽ സഞ്ചരിക്കുന്നത്. ആദ്യ അരമണിക്കൂറിൽ ഞാൻ തന്നെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. അതിനുശേഷം സർവ്വശ്രീ അംഗങ്ങൾ ആരാധന നയിച്ചുകൊണ്ടിരിക്കും. 8:45 ബഹുമാനപ്പെട്ട ജോബിനച്ഛൻ കൃപാസനത്തിൻ്റെ സ്പിരിച്വൽ ആനിമേറ്റർ 8:30 മണിക്ക് 8:45 അച്ഛൻ അമലോത്ഭവ മാതാവിനെക്കുറിച്ചുള്ള വചന സന്ദേശം നൽകും. തുടർന്ന് കൃപാസനം സർവീസ് ടീം അച്ഛനും ഉൾപ്പെടെ ഒരുമിച്ച് ഞങ്ങൾ ആരാധനയിൽ രോഗസൗഖ്യ പ്രാർത്ഥന നൽകിക്കൊണ്ട് 9 മുതൽ 9:30 വരെയുള്ള സമയത്താണ് ആരാധന. ഈ എല്ലാ സമയങ്ങളിലും
നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആരാധനയെ സമർപ്പിച്ചുകൊണ്ട് ആദ്യ ആരാധന നയിക്കുന്നത് ബ്രദർ ഷാജൻ, പിന്നെ ആരാധന നയിക്കുന്നത് ബ്രദർ എഡ്വേഡ്, പിന്നെ ജോമോൾ ജോസഫ്, അങ്ങനെ നമ്മളുടെ ശുശ്രൂഷ നയിക്കുന്ന സംഗീത ശുശ്രൂഷ നയിക്കുന്ന ബ്രദർ ജയേഷ് ജെറോ, അതുപോലെ തന്നെ അമ്പിളി, എല്ലാവരെയും ശുശ്രൂഷയിൽ ഒത്തിരി കുറേ ടെക്നീഷ്യൻസ് ഉണ്ട്. അവരൊക്കെ എല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എബ്രാഹാം, കുഞ്ഞുമൻ, ടിജോ, അങ്ങനെ കുറേ കാര്യം ഇതെല്ലാം ടെക്നീഷ്യൻസിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി അവർ പ്രവർത്തിക്കുന്നത്. അവർക്കെല്ലാം വേണ്ടിയും അവരെ നെറ്റെല്ലാം കൃത്യമായി നിങ്ങൾക്ക് അല്പം പോലും തെറ്റാതെ ലഭിക്കാൻ വേണ്ടി ശുശ്രൂഷ മുഴുവനും പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും, അതുപോലെ തന്നെ ചിക്കാഗോ ഡയസിസിനെയും, അതുപോലെ തന്നെ കാലിഫോർണിയയിലുള്ള എല്ലാ കാത്തലിക് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, സാൻജോൺ ഇടവക മുഴുവൻ ഫൊറോണ അംഗങ്ങളെയും, സജീവസിനെയും എല്ലാം ഒരിക്കൽ കൂടി കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് അത് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവൃദ്ധിയിലേക്ക് പിതാവിനെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ. നമുക്കറിയാം, ദൈവം നമ്മെ എല്ലാവരെയും അവിടുത്തെ ആരാധിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാം തനിച്ചല്ല ദൈവത്തെ ആരാധിക്കുന്നത്. അനേക വിശുദ്ധന്മാർ, അനേക സ്വർഗവാസികൾ, അനേക മാലാഖ വൃന്ദങ്ങൾ, എല്ലാ സ്വർഗീയ ദൂതന്മാരോടും ചേർന്നുകൊണ്ടാണ് നാം യേശുവിനെ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതിനെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നാം അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് മറുപടി ലഭിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. ഈ കഴിഞ്ഞ നാളുകളിൽ നാം കൃപാസനം യൂട്യൂബ് ചാനലിലൂടെ വീട്ടിലൊരു ദിവ്യസക്രാരി എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ശ്രമിച്ച അനേകർ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ ടൈപ്പ് ചെയ്ത് അവർ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ അനേകരുടെ ജീവിതത്തിൽ സ്വർഗം ഇടപെട്ടു എന്നുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ കൃപ, നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അഭിഷേകം ഈ ശുശ്രൂഷയിൽ സംഭവിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ ധ്യാനം സംഘടിപ്പിച്ച ഇടവകയും ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളും യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളും ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രിയപ്പെട്ടവരെ,
നമ്മൾ ഇന്ന് കേൾക്കുന്ന വചന ശുശ്രൂഷയെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. നാം ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന വൈദികർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവരെയും നമുക്ക് പ്രത്യേകം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അനേക ആയിരങ്ങൾ, അവരെ എല്ലാം സമർപ്പിക്കാം. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ചില ആളുകൾ പ്രത്യേക ദൈവത്തിൻ്റെ വിളി ലഭിച്ചതുകൊണ്ട് അവർ വലിയൊരു ദൈവ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എന്താണ് അവർ ചെയ്യുന്ന ശുശ്രൂഷ? അവർ ഇപ്രകാരമുള്ള ധ്യാന ശുശ്രൂഷകൾ അവർ മറ്റുള്ളവർക്ക് കൂടി ലഭിക്കുവാനായിട്ട് അത് ഷെയർ ചെയ്യും. സോഷ്യൽ മീഡിയയിലുള്ള മാക്സിമം സാധ്യതകളെ അവർ പ്രയോജനപ്പെടുത്തും. സത്യത്തിൽ അവർ വലിയ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ആ ശുശ്രൂഷയിലൂടെ അവരും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ ശുശ്രൂഷ ഷെയർ ചെയ്യുന്ന അനേക മക്കൾ അവർ പ്രേക്ഷിത വേലയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ആ പ്രേക്ഷിത വേലയിലൂടെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ വലിയ കൃപ അനേകരിലേക്ക് പകർത്തപ്പെടുന്നതിന് കാരണമായി മാറും. ചില മാതാപിതാക്കന്മാർ അവരുടെ മക്കൾ മാറി ജോലി സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുകയാണെങ്കിൽ മാതാപിതാക്കന്മാർ മക്കളോട് വിളിച്ചു പറയും, മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ, അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പങ്കെടുപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെ അത് സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുകയാണ്? ദൈവത്തിൻ്റെ കൃപ പകർന്നു കൊടുക്കുന്ന അനുഭവമാണ്. പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധ മറിയം പങ്കുവെച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവ ശുശ്രൂഷ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുവാനായിട്ട് നമ്മൾ പ്രേക്ഷിത വേല ചെയ്യുന്നത് വലിയൊരു ശുശ്രൂഷയാണ്. അപ്പം അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി വ്യക്തികൾ ഇന്ന് സുവിശേഷ ലോകത്തുണ്ട്. ഒരുപക്ഷെ അവരെ ആരും കാണുന്നില്ല, അവരെ ആർക്കും അറിയാനും പാടില്ല. പക്ഷെ സ്വർഗം കാണുന്നുണ്ട്, സ്വർഗം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ശുശ്രൂഷ അനേക ആയിരങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നവരെയും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം മൗനമായി കൈകൾ കൂപ്പി നിങ്ങൾ കണ്ണടച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദിവ്യകുർബാനയിലെ കർത്താവിൻ്റെ സന്ദേശം ലഭിക്കുന്നതിനായി എളിയവനായ എന്നെ ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നിറഞ്ഞ് അമൃത മാതാവിൻ്റെ ഈ വലിയ തിരുനാളിന് ഒരുക്കമായ സന്ദേശം ഇതിലൂടെ ലഭിക്കാൻ വേണ്ടിയും അത് ലഭിക്കുന്നവർക്ക് അഭിഷേകം ഉണ്ടാകാൻ വേണ്ടിയും മൗനമായി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, അമ്മയെ അറിയുകയാണ് അമ്മ അനുഭവത്തിൻ്റെ ആദ്യ പാഠം. അമരോത്ഭവമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പ്രഭാതത്തിലെ പരിശുദ്ധ അമ്മയെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നതെന്ന് ഈശോ പറയുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തോട് തുടങ്ങുകയാണ്. ഇതൊരു ചെറിയ ധ്യാന ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ദിവ്യകുർബാനയുടെ സന്നിധിയിലാണ് ഈ മരിയൻ ധ്യാനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഈ ദിവ്യകുർബാനയുടെ തിരുസന്നിധിയിൽ മരിയൻ ധ്യാനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താണ്? അനുഭവം എന്ന് പറയുന്നത്, കാനായിൽ എന്താണ് സംഭവിച്ചത് അത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. കാനായിലെ ദിവ്യകുർബാനയുടെ തിരുസന്നിധിയിലാണ് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നടക്കുന്നത്. ദിവ്യകുർബാനയാകുന്ന യേശുവിൻ്റെ തിരുസന്നിധിയിലാണ് പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ
ഇവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് കൃത്യം 16 കൊല്ലം തികയുന്ന ഇന്നാണ്, ഡിസംബർ 7-ാം തീയതി 2004 ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ ആൾത്താറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് അതിൻ്റെ ആ രൂപത്തിൻ്റെ എല്ലാവിധ അരൂപിയോടും നിറത്തോടും കൂടിയാണ് ആൾത്താറയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അത് സഭ ഏറ്റെടുത്ത് പഠിച്ച് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ദൈവ മനസ്സ് വെളിപ്പെടേണ്ട മധ്യസ്ഥ പ്രാർത്ഥന കൂടിയായിട്ടാണ് കൃപാസനം എല്ലാ ധ്യാനവും ഇന്ന് വരെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളും സഭ തിരുസഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ആരാണ് എൻ്റെ അമ്മ എന്ന് ഈശോ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. ആരാണ് എൻ്റെ അമ്മ? ആ 12:48 മുതലുള്ള വചനമുണ്ട്. പക്ഷേ മത്തായി ശ്ലീഹ മാത്രമേ അങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നുള്ളൂ. ഈ വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്, 8:21 പക്ഷെ അവിടെ ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കണില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:21 ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളെന്ന് ഈശോ ചുറ്റുമുള്ളവരെ, നമ്മുടെ പ്രതിനിധികളായി അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ചേർത്താണ് പറയണത്. സഭയെ മുഴുവനും ചേർത്താണ് ഈശോ പറയണത്. ദൈവവചനം ആരെല്ലാം കേൾക്കുന്നു, ആരെല്ലാം അതനുസരിച്ച് ജീവിക്കുന്നു, അവരെല്ലാവരും എൻ്റെ അമ്മയ്ക്ക് തുല്യമായി. ഇപ്പം 12:48 അല്ലെങ്കിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:50 വായിക്കുമ്പോൾ ആരാണ് ദൈവപിതാവിൻ്റെ തിരുമനസ്സ് നിറവേറ്റുന്നത്? ദൈവവചനം കേൾക്കുന്നതിന് ഈശോ കൊടുക്കുന്നൊരു ഭാഷ്യം അതാണ്. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:21 പറയുമ്പോൾ അതേ ആശയം വ്യക്തമാക്കാൻ ഈശോ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:50 പറയണത് ആരാണ് എൻ്റെ ദൈവപിതാവിൻ്റെ തിരുമനസ്സ് നിറവേറ്റുന്നത്, അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അപ്പോൾ ദൈവ തിരുമനസ്സിനാണ് ദൈവവചനം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ദൈവവചനം അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ദൈവ തിരുമനസ്സ്. അതെപ്പോഴും എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. നമ്മളൊരു വചനം അനുസ്മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യണത് എന്താണ്? അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയണത്. അത് ദൈവപിതാവിൻ്റെ തിരുമനസ്സാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ആണ് നിറവേറ്റുന്നത്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, ഓരോ വചനവും പരിശുദ്ധ അമ്മയെപ്പോലെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് നിറവേറ്റി സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ഞങ്ങളെ ഈ ധ്യാനത്തിലൂടെ രൂപാന്തരപ്പെടുത്തണം. ഇവിടെ ഒരു വചനം കൂടി നമുക്ക് ധ്യാനിക്കാം. ഞാൻ വളരെ സ്ലോയിൽ നിൽക്കുന്നതിൻ്റെ കാരണം ഇതിങ്ങനെ ഒറേഷൻസ് പോലെ ഭയങ്കരമായ ഷൗട്ടിങ്ങിൽ പറയുന്ന പ്രഘോഷണ രീതിയല്ല. കാര്യം 1/2 മണിക്കൂറേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ സമയം. അപ്പോൾ കിട്ടണ വചനം ശ്രദ്ധയോടെ എൻ്റെ മക്കൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം ഈ വചനം കേൾക്കണ സമയത്ത് തന്നെ
നിങ്ങളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. പത്രോസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് തന്നെ അടയാളം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന ഈ നിമിഷം തന്നെ ഈ ധ്യാനത്തിലെ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും നിറയാൻ വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരെ ഈശോ വിളിക്കുന്നൊരു പേരുണ്ട്, വിവേകി എന്ന്. നമ്മൾ ബുദ്ധിമാനെന്ന് പറയുന്നതിനേക്കാൾ ഉപരി വിവേകം ഒരു പ്രായോഗികമായ ഒരു ബുദ്ധിയാണ്. സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രായോഗിക ബുദ്ധി, അതിന് വിവേകം, ജ്ഞാനം എന്നൊക്കെ സുവിശേഷം പറയും. അപ്പോൾ ഈശോ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ പരിശോധിക്കുമ്പോഴേ ഇതിൻ്റെ വ്യാഖ്യാനം കിട്ടും. അതിൻ്റെ വ്യാഖ്യാനം 12:50 വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ, 8:21 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ആരോട് തുല്യരാണെന്ന് ഞാൻ പറയാം. ഇതൊരു മരിയൻ കൺവെൻഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ അമ്മ മാതാവിൻ്റെ ആധ്യാത്മികതയെ നിങ്ങളിലേക്ക് അഭിഷേകമാകാൻ വേണ്ടി ആണ് ഈ ശുശ്രൂഷ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈശോ പറയും ദൈവവചനം കേൾക്കുകയും, നേരിട്ട് പറഞ്ഞ് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത വിവേകിയായ മനുഷ്യന് തുല്യനാണ്. അതാണ് നമ്മൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8:24 കാണുന്നത്. അതായത് ദൈവവചനം കേട്ടാൽ അതനുസരിച്ച് ജീവിച്ചാൽ അയാളെ, ആ വ്യക്തിയെ ദൈവം വിളിക്കുന്ന പേര് വിവേകിയായ മനുഷ്യനെന്നാണ്. വിവേകിയായ മനുഷ്യൻ. എന്താ കാരണം? എപ്പോഴും ദൈവവചനം ഫോക്കസ് ചെയ്യുന്നൊരു വിഷയമുണ്ട്. എന്താണ്? ഭവനമാണത്. ഇപ്പം ഭവനം ഒരു നിസ്സാര കാര്യമല്ല. ദൈവവചനം, ദൈവം തൻ്റെ വചനത്തെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? ഭവനങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതെനിക്ക് വെളുപ്പിൽ കർത്താവ് പറഞ്ഞ സന്ദേശമാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം നമുക്കറിയാമല്ലോ, ഇന്ന് ഏറ്റവും കൂടുതൽ തകർന്നിരിക്കണത്, അതായത് ഇന്ന് വെളുപ്പിന് വെറുതെ ഞാൻ പ്രാർത്ഥിച്ചതല്ല. അതായത് സാധാരണ എൻ്റെ ഇവിടെ ഷെഡ്യൂൾ പ്രെയർ അല്ല. ഈ ചിക്കാഗോയിൽ നമ്മുടെ സാൻ ജോണിൻ്റെ ഇടവകയിൽ ഫൊറോണ പള്ളിയിൽ നടക്കുന്ന ഫൊറോണ ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് നൽകിയ സന്ദേശമാണ്. എന്താണ്? ദൈവവചനം നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഉദ്ദേശം ഭവനങ്ങൾ സംരക്ഷിക്കാനാണെന്ന്. ഇപ്പോൾ ഇന്ന് ഏറ്റവും വലിയ തകർച്ച വരുന്നത് എന്തിനാ? ശരിക്കും പറഞ്ഞാൽ വിപ്രവാസത്തിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഭവനത്തിനാണ് ശരിക്കും. കാര്യം മാതാപിതാക്കന്മാരൊക്കെ നല്ല വിശ്വാസികളാണ്, പക്ഷെ മക്കൾ വിശ്വാസത്തിലല്ല പലരും. നമ്മൾ ചില അച്ഛന്മാർ പറയുമേ, ഞങ്ങൾ യൂറോപ്പിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വെഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ ആ വെഞ്ചരിക്കുന്ന സമയത്ത് പോലും മക്കൾ വേറൊരു മുറിയിൽ അടച്ചു പൊട്ടിയിരിക്കും. പ്രായമായ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ മാത്രം ഉണ്ടാകും അച്ഛൻ്റെ കൂടെ വീട് വെഞ്ചരിക്കാനെന്ന്. നിങ്ങളുടെ അവസ്ഥ അതല്ലെന്ന് ഞാൻ കരുതുന്നു, പ്രത്യാശിക്കുന്നു. പക്ഷേ എങ്കിലും ഭവനങ്ങൾ ഈ ആരാധനയിൽ സമർപ്പിക്കേണ്ട വലിയ വിഷയമാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ സാൻ ജോൺ ഫൊറോണ ഇടവകയിലും യൂട്യൂബിലെ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും ദൈവത്തിൽ നിന്ന് അകന്ന മക്കള്, മദ്യത്തിനും അകപ്പെട്ട മക്കള്, നിർമ്മതത്വത്തിലും പൈശാചിക ആരാധനകളുമൊക്കെ കുടുങ്ങിപ്പോയ മക്കളുടെ മേലെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ
പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥതയിലെ യേശുവിന്റെ വിശുദ്ധ രക്തം കളിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ എല്ലാ ബന്ധനങ്ങളും ഈ നിമിഷം അഴിഞ്ഞു മാറട്ടെ. എല്ലാ കുടുംബങ്ങളെയും സാന്ത്വനയിടവകയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വചനം മരിയൻ വചനമാണ്. എന്താണ്? വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7:24. എന്താ വചനം? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 8:21 പ്രകാരം അമ്മയെപ്പോലെ ജീവിക്കുകയും ചെയ്യുന്നവരെ ആരോട് തുല്യരാണെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഈശോ എന്നാ പറയണത്? അവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. മാതാപിതാക്കന്മാരെ, ഇപ്പോഴും നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവാക്കന്മാരും കുഞ്ഞുങ്ങളും ഇപ്പോഴും കർത്താവിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളിലേക്ക് ആവശ്യിക്കുകയും പരിശുദ്ധാത്മ നമുക്ക് മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളിലെ അമ്മയെപ്പോലെ വചനം പാലിച്ച് ജീവിക്കാനായ വിവേകമെന്ന കൃപയാൽ ആത്മാവേ, പരിശുദ്ധാത്മാവേ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മൾ ധ്യാനിച്ചത് എന്താണ്? വിവേകമെന്ന വലിയ പുണ്യത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. എന്താണ്? ദൈവവചനം കേൾക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. ഞാൻ ഈ വചനം വായിച്ചപ്പോഴേ കർത്താവ് എന്നോട് വേറൊരു വചനം എനിക്ക് ഓർപ്പിച്ചു തന്ന്. അതായത് കെട്ട കാലത്ത് വിവേകി എന്താണ് ചെയ്യണത്? അതാണ് പരിശുദ്ധമ്മ ചെയ്തത്. കെട്ട കാലത്ത് വിവേകി എന്താണ് ചെയ്യണത്? അതാണ് പരിശുദ്ധമ്മ ചെയ്തത്. ആമോസിൻ്റെ അതിശക്തമായൊരു വചനമുണ്ടേ, കെട്ട കാലത്ത് വിവേകി മൗനം പാലിക്കും. 5:13 കെട്ട കാലത്ത് വിവേകി മൗനം പാലിക്കും. ആ വചനം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ കെട്ടകാലങ്ങൾ ഓരോ കുടുംബത്തിനും ഓരോ കാലമാണ്. ശരിക്കും ചിലപ്പോൾ മക്കൾ എന്തെങ്കിലും ഇഷ്യൂസിൽ ചെന്ന് ചാടിയിരിക്കുന്ന കാലം നമ്മൾക്ക് കെട്ട കാലമാണ്. ചിലപ്പോൾ ഗ്രീൻ കാർഡ് ലഭിക്കാതെ അതിനുവേണ്ടി അരയുന്ന ഒരു കാലമുണ്ട്. 3 കൊല്ലമൊക്കെ ചില ആൾക്കാരെടുക്കും. ചിലർക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ശമ്പളവും അവിടെ പെർമനൻ്റ് റെസിഡൻസ് ലഭിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയും തമ്മിൽ സമയത്ത് ടാലിയാകാതെയൊക്കെ വരുമ്പോൾ നമുക്ക് കെട്ടകാലമാണ്. ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അസ്ഥി ഒടിഞ്ഞ് ഒരു പ്രായം ചെന്ന അപ്പാപ്പനെ കാണുന്നു. ഞാനടുത്ത് ഈ പ്രായം ചെന്ന സഹോദരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ? സാധാരണഗതിയിൽ അങ്ങനെയുള്ളവരെല്ലാം നാട്ടിലായിരിക്കും ഉള്ളത്. പക്ഷേ എങ്കിലും അസ്ഥി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ അവസാനം പ്രാർത്ഥിക്കും. 9 മണി മുതൽ 9:30 വരെ രോഗസൗഖ്യ ജീവിത ദുരിതങ്ങൾക്ക് സമാശ്വാസ ആരാധനയാണ്. അപ്പോൾ പ്രാർത്ഥിക്കും. എങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആശുപത്രിയിലായിട്ടുള്ളവർക്ക് അത് കെട്ടകാലമാണ്. ഈ ദുഷിച്ച കാലത്ത് എന്ത് ചെയ്യണമെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്? ആമോസ് 5:13 കെട്ടകാലത്ത് വിവേകി മൗനം പാലിക്കും. ഞാൻ ഈ വചനം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ പെട്ടെന്ന് ഓർത്തത് അമ്മയുടെ മൗനമാണ്. ഇതൊരു മരിയൻ വേടാണ്. ആമോസ് 5:13 കെട്ടകാലത്ത് വിവേകി മൗനം പാലിക്കൂ എന്നുള്ള വചനം ഒരു മരിയൻ വേടാണ്. ശരിക്കും എന്താ മരിയൻ വേടെന്ന് പറയണത്?
അമ്മ മാതാവിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചിട്ടുള്ള കുറേ വചനങ്ങളുണ്ട്. അതിലൊന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 മറിയത്തിൻ്റെ മൗനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19. അമ്മയുടെ ഒരു കെട്ടകാലമുണ്ട്. നമുക്ക് ക്രിസ്മസ് നൽകുമ്പോഴും അമ്മ സഞ്ചരിച്ചൊരു വഴികൾ ഒരു മൗനത്തിൻ്റെ വഴികളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയോട് പറഞ്ഞിരുന്നത്, മംഗളവാർത്ത സമയത്ത് പറഞ്ഞിരുന്നത്, ഇവൻ അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. അല്ലേ? ഇവൻ അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇപ്പോൾ നമ്മൾ വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:33-34 വചനം വായിക്കുമ്പോൾ ഇവൻ അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. എത്രയോ മനോഹരമായ സ്വർഗീയ വചനങ്ങളാണതെല്ലാം. ഈ ക്രിസ്മസ് കാലത്ത് നമുക്കത് ധ്യാനിക്കാൻ ഒത്തിരിയേറെ അർത്ഥവത്താണ്. അപ്പം അമ്മയോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും പക്ഷെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ വിശുദ്ധ ലൂക്കാ സുവിശേഷം 2:7 എന്താണ്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നോക്കിയേ, നമുക്ക് ലഭിക്കുന്ന വചനമെന്ത്, ആ വചനത്തിലൂടെ വ്യാഖ്യാനം, അതിൻ്റെ വാഗ്ദാനം എന്താണ്, നമ്മൾ അനുഭവിക്കുന്നത് തമ്മിൽ പരസ്പരം എതിർത്ത് നിൽക്കും. ഇതാണ് നമ്മുടെ ഒരു അനുഭവം എന്ന് പറയണത്. ഇതാണ് കെട്ടകാലം എന്ന് പറയണത്. കാര്യം എന്ത് നമ്മളുടെ വാഗ്ദാനം നമുക്ക് നൽകുന്നു. ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, പ്രാർത്ഥിച്ച് മടുത്തച്ചോ എന്ന് പറയത്തില്ലേ? കാര്യം മറ്റുള്ള പ്രാർത്ഥിച്ച് നമ്മൾ അരൂപിയിൽ ചിലർ ഞാൻ കുറേ പ്രാർത്ഥിച്ചതാണ്. ചിലർ വിശുദ്ധിയും തന്നെ അകന്നു പോകും. അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണില്ല എന്നുണ്ടെങ്കിലേ അവർ വിശുദ്ധിയും തന്നെ ചിലപ്പോൾ അകന്നു പോകും. അതിനകത്തിന് ആ വിശുദ്ധിയൊക്കെ പാലിക്കണതെന്ന് ചോദിക്കും. അപ്പോൾ അവർ 6-ാം പ്രമാണം ലംഘിച്ച്, 4-ാം പ്രമാണം ലംഘിച്ച്, 5-ാം പ്രമാണം ലംഘിച്ച്, മോഷ്ടിച്ചും വ്യഭിചരിച്ചും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കി താന്തോന്നികളായി അങ്ങനെ ജീവിക്കാം. എന്താ കാര്യം? എന്നത്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടും ഞാൻ കുഞ്ഞുനാൾ ഒത്തുപോലെ പ്രാർത്ഥിച്ച്, എന്നിട്ടും എനിക്കിങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ദൈവം എന്നെ സഹായിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് കെട്ടകാലങ്ങൾ നമുക്കും ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ മാത്രമല്ല ദൈവം സഹായിക്കാതിരുന്നത്. ദൈവത്തിന് ഇപ്പോൾ വിശുദ്ധ ലൂക്കാ സുവിശേഷം 2:7 വായിക്കുമ്പോൾ എന്താ പറയണത്? ഒന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ ദൈവവേദലെ. അവിടെ ആർക്കാണൊരു കുഴപ്പം? മറിയത്തിൻ്റെ ഭർത്താവ് യോസേപ്പ് നീതിമാനായിരുന്നെന്നാണ് പറയണത്. അമ്മയാരാണ്? അമ്മ അമലോത്ഭവയാണ്. ബഹുമാനപ്പെട്ട ജോബിനച്ഛൻ ഇപ്പോഴേ അമലോത്ഭവമാതാവിനെക്കുറിച്ച്, അമലോത്ഭവത്തിൻ്റെ സ്വഭാവപരമായ എല്ലാ പഠനങ്ങളെക്കുറിച്ചും 15 മിനിറ്റ് നമുക്ക് സന്ദേശം നൽകാം. അപ്പം അമ്മയാരാണ്? അമ്മ അമലോത്ഭവയാണ്. അപ്പനാരാണ്? നീതിമാൻ. പക്ഷേ അനുഭവം എന്താ? സത്യത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ ഒരു വിഷയത്തെ നമുക്ക് മുമ്പേ വിശ്വാസത്തിൻ്റെ വലിയ യാത്ര നടത്തിയ ആൾക്കാരെ കൈവരിച്ചിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ആ നിലപാടിനെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കാ 2:19 എത്തുമ്പോൾ വിശുദ്ധ ലൂക്കാ പറയും, അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. എന്തിനെക്കുറിച്ചാണ്? സത്യത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കാതിരുന്നിട്ട് അവസാനം പുൽക്കൂട്ടിലെ ഒരു കാലിത്തൊഴുത്തിൽ വന്ന് മൃഗങ്ങളെപ്പോലെ പെറ്റുകിടക്കേണ്ടി വന്ന സാഹചര്യം ഉൾപ്പെടെ കൂട്ടിയിട്ടാണ് കെട്ടകാലമെന്ന് പറയണത്. ഈ കെട്ടകാലത്ത് വിവേകി ആമോസ് എന്താ പറയണത്? 5:13 കെട്ടകാലത്തെ, അതായത് വിവേകി മൗനം പാലിക്കും. അമ്മയുടെ വിവേകം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങളെ. അമ്മയുടെ വിവേകത്തിൻ്റെ ഭാഗമായിട്ടാണ്
ഈ 2:19 വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? ചാണാക്കുഴിയിൽ കാലികളുടെ കൂട്ടിൽ പെറ്റ് കിടക്കുമ്പോഴും അമ്മ വിശുദ്ധ ലൂക്കാസ് വിഷയം 2:19 അനുസരിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കും. നമ്മുടെ കെട്ടകാലത്തെ മോശം അനുഭവങ്ങളെ വഴി നമ്മൾ അവിശുദ്ധിയിലേക്ക് ജീവിക്കാനുള്ളതല്ല, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളതാണ്, ദൈവത്തിന് തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ളതാണ്. എങ്ങനെ? പരാതികളില്ലാതെ, പരിഭവമില്ലാതെ, മൗനത്തോടെ. അതാണ് വിവേകം. ആ വ്യക്തി ഇപ്പം ദൈവം നിൻ്റെ ജീവിതത്തിലെ പല മനുഷ്യരും ദൈവത്തിൽ അകന്നു പോയെന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ നരകിച്ച കാലത്ത് ദൈവം അവരെ സന്ധിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് സംഭവിച്ചത്. അമ്മ ഇന്ന് ഭൂസ്വലോകന രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടതിന്മേൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ആ മുടി ധരിപ്പിക്കപ്പെട്ടതിൻ്റെ ആ മഹത്വത്തിൻ്റെ ആ വലിയ ഔന്നത്യം അമ്മ പ്രാപിക്കുമ്പോൾ അത് അമ്മ കടന്നു വന്നൊരു വഴിയുണ്ട്. എന്ത് വഴിയാണത്? അത് കെട്ടകാലത്ത് മൗനം പാലിച്ച് തനിക്ക് ദൈവം നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ സ്വർഗപിതാവ് തിരുമനസ്സ് വിശുദ്ധ മത്തായി ശ്ലീഹ 12:50 എഴുതിയിരിക്കുന്ന പോലെ തന്നെ ദൈവ തിരുമനസ്സ് നിറവേറ്റാൻ വേണ്ടി അമ്മ സ്വയം സമർപ്പിതയായതാണ്. ആ സ്വയം സമർപ്പണത്തിൻ്റെ പരാതികളില്ലാതെ ദൈവ തിരുമനസ്സിന് തന്നെ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തിനാണ് അല്ലെങ്കിൽ പ്രവർത്തനത്തിനാണ് നമ്മൾ വിവേകമെന്ന് പറയുന്നത്. കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ആ ഭവനത്തിൽ അലച്ചു. തിരുക്കുടുംബത്തിൻ്റെ ആ ഭവനത്തിൻ്റെ മേലെ എത്ര വെള്ളപ്പൊക്കങ്ങളുണ്ടായി, തിരുക്കുടുംബത്തിൻ്റെ ആ ഭവനത്തിൻ്റെ മേലെ എന്തുമാത്രം മഴ പെയ്തു, തിരുക്കുടുംബത്തിൻ്റെ ആ ഭവനത്തിൻ്റെ മേലെ എന്തുമാത്രം കാറ്റൂതി. ഇതെല്ലാം ഓതിയിട്ടും അത് വീണു പോകാതെ അന്ത്യം വരെ നിൽക്കണം. എന്തുകൊണ്ടാണ്? ദൈവവചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്തത് കൊണ്ടാണ്. അതനുസരിച്ച് ജീവിക്കാൻ കയ്പായ അനുഭവം വന്നപ്പോഴും അതിന് പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, അതിനെ ഹൃദയത്തിലെ സ്വർഗപിതാവിൻ്റെ തിരുമനസ്സ് ഹൃദയത്തിലെ ജീവിതത്തിൽ നിറവേറ്റി ഹൃദയത്തിൽ സംഗ്രഹിച്ചു ദൈവത്തിന് സമർപ്പിച്ചതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അമലോത്ഭവമാതാവിൻ്റെ തിരുനാളിലെ അമലോത്ഭവമായിരുന്നിട്ടും വിപരീതമായ അനുഭവങ്ങൾക്കും സങ്കടകരമായ അനുഭവങ്ങൾക്കും രോഗങ്ങൾക്കും ജീവിത പ്രതിസന്ധികൾക്കും ഒന്നിനും ഒരു കുറവ് അമ്മയ്ക്കില്ലായിരുന്നു. അമ്മയ്ക്ക് ഒന്നിനും ഒരു കുറവില്ലെന്ന് പറയല്ലേ? എൻ്റെ അച്ഛോ ഞങ്ങൾക്ക് എല്ലാം സുഖമാണ്, ഇവിടെ ഒന്നിനും ഒരു കുറവില്ലെന്ന് പറയല്ലേ? അതെന്താണ്? അത് നമുക്ക് പണത്തിന് പണം, പേരിന് പേര്, പ്രശസ്തിക്ക് പ്രശസ്തി, വീടിന് വീട്, വാഹനത്തിന് വാഹനം, അങ്ങനെ എല്ലാം കിട്ടുമ്പോഴാണ് ഒന്നിനും കുറവില്ലാത്തത്. അമ്മയ്ക്ക് ഒന്നിനും കുറവില്ലാത്തൊരാളാണ്. എന്തിനാണ്? വീടില്ല, സ്വന്തം നാടില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല, ഒന്നിനൊരു കുറവില്ല. ഒന്നിനൊരു കുറവില്ല. ചാണാക്കുഴിയിൽ മൃഗങ്ങളെപ്പോലെ പെറ്റുകിടക്കുമ്പോഴും അമ്മ ഒരു കാര്യം തീരുമാനിക്കും. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്താണ്? ദൈവ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ടിരുന്നു. എന്താണ്? മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞരച്ചു, അത് വീണില്ല, അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമലോത്ഭവം ഒരു അനുഭവമാണ്. പാറമേൽ ഭവനത്തെ നമ്മുടെ ജീവിത ഭവനത്തെ വിശ്വാസത്തിൻ്റെ പാറമേലെ അങ്ങ് സ്ഥാപിക്കുന്ന ഒരു നിലപാടാണ്. ആ നിലപാടെടുത്താൽ ഒരു കാര്യത്തിനെയും നമ്മൾ ഭയപ്പെടത്തില്ല. അതാ മരിയൻ നിലപാടെടുത്താൽ നമ്മളൊരു കോളിനെയും ഭയപ്പെടത്തില്ല. കാറ്റിനെയും കോളിനെയും ഭയപ്പെടാത്ത ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഏത് കുരിശിൻ്റെ ചുവട് നിന്നുകൊണ്ട് ഇതാ കർത്താവിന് ദാസ് എന്ന് പറയാനുള്ള ദൈവിക കൃപയാൽ അഭിഷേകം ചെയ്യട്ടെ. സ്വന്തം അമ്മയായിട്ട് നാം സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 19:24 തിരുവചനങ്ങൾ പറയുകയാണ്, അവൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേഫാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ താൻ സ്നേഹിച്ച ശിഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവനെ കാണിച്ചുകൊണ്ട് പറഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതാ നിൻ്റെ മകനാണത്. അനന്തരം യോഹന്നാനോട് പറഞ്ഞു, അമ്മയെ കാണിച്ചുകൊണ്ട് ഇത് നിൻ്റെ അമ്മയാണെന്ന്. എന്നിട്ട് ബൈബിൾ അവസാനിപ്പിക്കുന്നു, ആ നിമിഷം മുതൽ യോഹന്നാൻ അവൻ
അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചുവെന്ന്. മരിയൻ ദൈവാനുഭവത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയെ സർവ്വലോകത്തിൻ്റെ മാതാവായി, പ്രപഞ്ചത്തിൻ്റെ ശക്തിയായി, പ്രപഞ്ചത്തിൻ്റെ അമ്മയായി, വിശ്വൈക മാതാവായി, സഹരക്ഷകയായി, സകല വരപ്രസാദങ്ങളുടെയും അമ്മയായി ഉയർത്തിയ ധന്യമായ നിമിഷമാണ്. 2, ഇതാ നിൻ്റെ അമ്മയെന്ന് യോഹന്നാനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ ലോക ജനതയെ മുഴുവനും തൻ്റെ ഗർഭപാത്രത്തിൽ സ്വീകരിക്കുകയാണ്. അമ്മയുടെ ശരിയായൊരു പ്രസവവേദന, കഠോരമായ പ്രസവവേദന എന്ന് പറയുന്നത് ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ അവൾ ഈ ലോക ജനതയെ മുഴുവനും തൻ്റെ ഗർഭപാത്രത്തിൽ ഏറ്റുവാങ്ങി. യോഹന്നാൻ നിലകൊള്ളുന്നത് ജനതയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ്. യോഹന്നാൻ സ്റ്റാൻഡ്സ് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹ്യൂമൻ റേസ്. മനുഷ്യവംശത്തിൻ്റെ മുഴുവനും പ്രതിനിധിയായിട്ട് യോഹന്നാൻ നിലകൊള്ളുകയാണ്. എന്നിട്ട് ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ പരിശുദ്ധമ്മ ലോകത്തിൻ്റെ ജനതയെ മുഴുവനും തൻ്റെ ഗർഭപാത്രത്തിൽ ഏറ്റുവാങ്ങി. അങ്ങനെ പ്രസവവേദനയാൽ ഞെരുവിളി കൊള്ളുന്ന പരിശുദ്ധ അമ്മയാണ് വെളിപാടിൻ്റെ പുസ്തകം 12 ചിത്രീകരിക്കും. അവൾ പ്രസവവേദനയാൽ നിലവിളിച്ചു, അവൾ പ്രസവ ക്ലേശത്താൽ ഞെരുവിളി കൊണ്ടു, അവൾ സൂര്യനെ ഉടിയാടിയാക്കി, അവൾ ചന്ദ്രനെ പാദപീഠമാക്കി, 12 നക്ഷത്രമണിഞ്ഞ് കിരീടമഞ്ഞ് രാജ്ഞിയായിട്ട് അവൾ വാഴുകയാണെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ എൻ്റെയും നിനക്കും അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ ഈശോ നൽകിയ അതുല്യമായ ദൈവാനുഭവത്തിൻ്റെ, സ്വർഗീയ അനുഭവത്തിൻ്റെ നിമിഷമാണിത്. ആകയാൽ നമുക്ക് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാം. നമ്മുടെ വേദനകൾ, നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ വിഷമതകൾ, നമ്മുടെ പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ അമ്മയുടെ മുന്നിലാണ് അഭയം തേടണം. വിശുദ്ധ ബെർണാദ് എഴുതി വെച്ചു, എത്രയും നില മാതാവേ എന്ന പ്രാർത്ഥന നമ്മളെല്ലാ ദിവസവും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. എത്രയോ തവണകൾ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ട വസ്തുതയുണ്ട്. എത്രയും നില മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയെ അമ്മയുടെ സന്നിധിയിൽ വന്ന് അപേക്ഷിച്ചവരാരെയും ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നിങ്ങളുടെ ജീവിത സങ്കടങ്ങൾ ഈ ശുശ്രൂഷ USA ചിക്കാഗോ രൂപതയിൽ, കാലിഫോർണിയയിൽ ഇപ്പോൾ ധ്യാനത്തിക്കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ സമസ്ത നിയോഗങ്ങളും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വേദനകൾ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരമ്മ നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിയണം. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയവർ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരിക്കാം, ഉടമ്പടി ചെയ്തിട്ടുള്ളവർ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. തിരിച്ചറിയണം, നിങ്ങളുടെ ജീവിത മേഖലകളിൽ പരിശുദ്ധമ്മ നിനക്ക് ശക്തിയായി അഭിഷേകമായിട്ടുണ്ടെന്ന്. ആ അമ്മയുടെ മുന്നിലേക്ക് ഇപ്പോൾ നിയോഗങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്യട്ടെ. ആ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക്, ദിവ്യകാരുണ്യ സന്നിധാനത്തിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കട്ടെ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരമ്മ, വേദനകൾ ഒപ്പിയെടുക്കുന്ന അമ്മ, സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്ന അമ്മ, സഹരക്ഷകയായ അമ്മ, സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധമ്മ നിന്റെ ജീവിത നിയോഗങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയായി തീരും. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സങ്കീർത്തനം 84 പറയും, കുരുകിൽ പക്ഷി കർത്താവിന്റെ ബലിപീഠത്തിൽ കൂട് കണ്ടെത്തുന്നു, മീവൽ പക്ഷി സങ്കേതം കണ്ടെത്തുന്നെങ്കിൽ എൻ്റെ ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ നിങ്ങൾ കർത്താവിനെ സമർപ്പിക്കണം. മത്തായിയുടെ സുവിശേഷം 6:33 പറയും, നീ അന്വേഷിക്കുക ആദ്യം ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി, ബാക്കിയുള്ളതെല്ലാം ദൈവം നിനക്ക് കൂട്ടിച്ചേർത്ത് വരും. ആകയാൽ നീ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ആവർത്തന പുസ്തകം 16, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും നിന്റെ നിയോഗങ്ങളും നിന്റെ വിഷമതകളും പ്രയാസങ്ങളുമെല്ലാം ദൈവം ഏറ്റെടുക്കും. യെശയ്യാ 59:1, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകില്ല, കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചില്ല. ആകയാൽ നിങ്ങളുടെ നിയോഗങ്ങൾ മുഴുവനും
പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥനായി സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ഉറ്റുനോക്കാം. സങ്കീർത്തനം 34 പറയും, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. സങ്കീർത്തനം 80 പറയും, അവൻ്റെ മുഖം പ്രകാശിക്കുകയും നിങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ തിരുവോസ്തിയിൽ നമുക്ക് ഈശോയെ കാണാം. ഈ തിരുവോസ്തിയിൽ നമുക്ക് ദിവ്യകാരുണ്യത്തെ കാണാം. നമ്മുടെ സങ്കടങ്ങളും വേദനകളും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈശോയോട് പറയാം, എന്നെ ഏറ്റെടുക്കണമേ എന്ന്. കരങ്ങൾ യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. ചിക്കാഗോ രൂപതയിലെ അഭിവന്ദ്യ പിതാവിനെ സമർപ്പിച്ച്, ജയിക്ക പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വികാരി ഷാജിത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോർഡിനേറ്റേഴ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവോസ്തി നോക്കി പറയാം, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടി ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുക. ലൂർദിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, കരിയിലെ കാറ്റത്ത് അഗ്നിയിലേക്ക് അടുക്കുന്നത് പോലെ പാപികൾ പാപത്തിലേക്ക് വീണുകൊണ്ട് പോവുകയാണ്. അവരുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ അനുതപിക്കുക, പ്രാർത്ഥിക്കുക. ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആകയാൽ അനുതപിക്കുക, പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. 2004 ഡിസംബർ 7 2:30 മണിക്ക് കൃപാസന മൽത്താരയിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 2:5, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. കൃപാസനത്തിലെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളും, ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുള്ള മക്കളും, ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള മക്കളും, ഈ ശുശ്രൂഷ ഇപ്പോൾ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടുള്ളവരെല്ലാം ഇപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ ഓർക്കണം. ഇപ്പോൾ ടൈപ്പ് ചെയ്ത നിയോഗങ്ങളെല്ലാം ഓർക്കണം. എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം. അമ്മയുടെ മാധ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, കോടാനുകോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനാകുന്ന കർത്താവ് തൻ്റെ മക്കളെ തന്നോട് ചേർത്തുകൊണ്ട് നീ എൻ്റെ മകനാണെന്ന് പറയുന്ന, നീ എൻ്റെ മകളാണെന്ന് പറയുന്ന അതുല്യമായ ദൈവാനുഭവത്തിലേക്ക് നമ്മൾ നിറഞ്ഞു വരികയാണ്. ആത്മാവിൻ്റെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.